Indodemy Online Academy. വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആണ്. നമുക്ക് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിരന്തരം ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, അതോടൊപ്പം അഡ്ജസ്റ്റ്മെന്റും തന്നിട്ടുണ്ട്. ഓക്കെ, ട്രയൽ ബാലൻസും ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതിനെ സമീപിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഫ്രം ദി ഫോളോയിങ് ട്രയൽ ബാലൻസ് prepare trading and profit loss account for the year ended 31st December 2012 and a balance sheet as on that date considering the adjustment given. ഓക്കെ, നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റങ്ങളെയും നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും പ്ലേസ് ചെയ്യേണ്ടത്, അതാണ് ഞാൻ ഈ ഒരു സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഐറ്റം തന്നിരിക്കുന്നത് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ക്യാപിറ്റൽ നമുക്കറിയാം, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാബിലിറ്റി ആണ്. ക്യാപിറ്റൽ എന്താണ്? ലാബിലിറ്റി ആണ്. ഓക്കെ, ലാബിലിറ്റി. ഓക്കെ, ലാബിലിറ്റി ആയതുകൊണ്ട് ഇത് കാണിക്കേണ്ടത് എവിടെയാണ്? ഓക്കെ, ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് നമ്മൾ ഈ ക്യാപിറ്റലിനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, സെയിൽസ്. മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ് അല്ലെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം ആണ് സെയിൽസ് എന്ന് പറയുന്നത്. That's why it will be shown on the credit side of trading account. എവിടെ പോകണം? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഇത് പോകേണ്ടത്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. സെയിൽസിന് എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ദെൻ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാബിലിറ്റി ആണ്. സോ നോ ഡൗട്ട് ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് +1 സ്റ്റുഡൻസിനെയൊക്കെ ഒന്ന് തെറ്റിക്കാവുന്ന ഒരു ഐറ്റമാണ് റിട്ടേൺസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റിട്ടേൺസ് എന്ന് പറയുന്ന സമയത്ത് അത് സെയിൽസ് റിട്ടേൺ ആണോ പർച്ചേസ് റിട്ടേൺ ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിരിക്കുന്നത് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ് അല്ലെ. അപ്പം ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് എന്ത് റിട്ടേൺ ആണ്? അത് പർച്ചേസ് റിട്ടേൺ ആണ്. എന്താണ്? പർച്ചേസ് റിട്ടേൺ. എന്ത് ചെയ്യണം? നമ്മൾ പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം പർച്ചേസ്. ഓക്കെ, എത്രയാണ്? 40,000, 40,000 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. പർച്ചേസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസിന് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക? ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, സാലറി 4,000 എക്സ്പെൻസ് ആണ്. സാലറി 4,000 എക്സ്പെൻസ് ആണ്. നോ ഡൗട്ട് ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് പോയത്? കാരണം ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് എവിടെ പോകണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോകണം. ഡയറക്റ്റ് ആയിരുന്നെങ്കിൽ എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ടിൽ പോകും. നെക്സ്റ്റ് വൺ, റെന്റ്. റെന്റ് മറ്റൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏത് സൈഡ്? ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ ഇൻഷുറൻസ് 500. സോ ഇത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് വൺ, ഡ്രോയിങ്സ്. ഓക്കെ, നമുക്കറിയാം ക്യാപിറ്റലിന്റെ അളവ് കുറയുന്ന ഐറ്റമാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സോ ഡ്രോയിങ്സ് വിൽ ബി പ്ലേസ്ഡ് ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ഇത് കാണിക്കേണ്ടത്. എന്ത് ചെയ്യേണ്ട ഐറ്റമാണ്? ക്യാപിറ്റലിൽ നിന്ന് ഈ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, മിഷനറി. മിഷനറി ഒരു അസറ്റ് ആണ്. അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലായിരിക്കും. ബാലൻസ് ഷീറ്റിന്റെ എവിടെയായിരിക്കും? അസറ്റ് സൈഡിൽ. ഓക്കെ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ അസറ്റ്സിനൊക്കെ പ്ലേസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് മറ്റൊരു അസറ്റ് ആണ്, കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റം ആണ്. സോ നോ ഡൗട്ട് ഇറ്റ് വിൽ ബി ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ഐറ്റം, സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റ് ആണ്. ഡെറ്റേഴ്സ് ഒരു കറണ്ട് അസറ്റ് ആണ്. സോ ഇത് രണ്ടും നമ്മൾ പ്ലേസ് ചെയ്യേണ്ട എവിടെയാണ്? ബാലൻസ് ഷീറ്റ് തന്നെയാണ്. ബാലൻസ് ഷീറ്റ്. ഓക്കെ, ദെൻ വി ഹാവ് എ ട്രേഡ് എക്സ്പെൻസ്. ട്രേഡ് എക്സ്പെൻസ്. അപ്പൊ ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്.
The next one, carriage inward. Carriage എന്ന് പറഞ്ഞാലും carriage inward എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. Therefore, it will be placed on the debit side of trading account. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത ഐറ്റം ബാഡ് ഡെപ്റ്റ് ആണ്. നമുക്കറിയാം ഇറക്കവറബിൾ എമൗണ്ട് ഓഫ് ഡെപ്റ്റ്, നമുക്ക് തിരിച്ചു കിട്ടാത്ത പണമാണ്. സോ ഇതിനെ നമ്മൾ നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കാറ്. ഏത് സൈഡിൽ? ഡെബിറ്റ് സൈഡിൽ. ദെൻ ഫൈനലി വി ഹാവ് ഫർണിച്ചർ. ഫർണിച്ചർ അസറ്റ് ആണ്. അസറ്റ് ആയതുകൊണ്ട് നമ്മൾ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ നമ്മൾ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ഐറ്റങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓരോന്നും എവിടെ പോകുന്നു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അഡ്ജസ്റ്റ്മെന്റിലേക്കാണ്. പല സ്റ്റുഡൻസിനും മിസ്റ്റേക്ക് വരുന്നത് അഡ്ജസ്റ്റ്മെന്റിലാണ്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് 18,000. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ രണ്ട് സ്ഥലങ്ങളിലാണ് കാണിക്കുക. ഒന്ന് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഒന്ന് നമ്മൾ കാണിക്കുന്ന എവിടെയാണ്? ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. എന്തിന് തൊട്ട് താഴെ? ഈ സെയിൽസിന് തൊട്ട് താഴെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും. ഫൈൻ. ദെൻ രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്ലേസ്ഡ് ഓൺ ദി അസറ്റ് സൈഡ്. ഓക്കെ, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. Then ഇൻഷുറൻസ് പ്രീപെയ്ഡ്. പ്രീപെയ്ഡിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പഠിച്ചു വെച്ചതാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് എക്സ്പെൻസ്. ബന്ധപ്പെട്ട എക്സ്പെൻസിൽ നിന്ന് നമ്മൾ ഇത് ഡിഡക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ 500 രൂപ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട്. അതിൽ 200 രൂപ എന്താണ്? പ്രീമിയം അടച്ചിരിക്കുന്നത് പ്രീപെയ്ഡ് ആണ്. ഓക്കെ, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ്. എത്ര? 200 രൂപ. അപ്പൊ നിങ്ങൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഇൻഷുറൻസിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആസ് എ ഡിഡക്ഷൻ ഫ്രം കൺസേൺഡ് എക്സ്പെൻസ്. ഇവിടെ കൺസേൺഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഷുറൻസ്. ആസ് എ ഡിഡക്ഷൻ ഫ്രം ഇൻഷുറൻസ് നമ്മൾ ഡിഡക്ട് ചെയ്യണം. കാരണം അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. സെക്കൻഡ് ട്രീറ്റ്മെന്റ് എന്താണ്? നമ്മൾ മുൻകൂട്ടി കൊടുത്തിരിക്കുകയാണ് 200 റുപ്പീസ്, വിച്ച് മീൻസ് അത് നമ്മുടെ അസറ്റ് ആണ്. Therefore, again shown on the asset side of balance sheet. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. എന്താണ് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്? സാലറി ഔട്ട്സ്റ്റാൻഡിങ് 3000. ഓക്കെ, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 3000. അപ്പൊ ഇതിൽ നമുക്ക് സാലറി ഓൾറെഡി ഒരു 4000 തന്നിട്ടുണ്ട് അല്ലെ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താണ്? സാലറി ഡ്യൂ ഡസ് നോട്ട് പെയ്ഡ് അല്ലെ. നമ്മള് ഡ്യൂ ആയിട്ടുണ്ട് എന്ത് ചെയ്തിട്ടില്ല? പേ ചെയ്തിട്ടില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത്. അപ്പം 3000 രൂപ കൂടെ ഈ വർഷത്തെ ചെലവിലേക്ക് വരേണ്ടതുണ്ട്. Therefore, this outstanding must be added with salaries. ഓക്കെ, ഈ സാലറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എത്ര? 3000. ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് എൻ അഡീഷൻ ടു ഏത്? സാലറി. സാലറിയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. സെക്കൻഡ് ട്രീറ്റ്മെന്റ് എന്താ? നമ്മൾ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, വിച്ച് മീൻസ് ലാബിലിറ്റി ആണ്. Therefore, it will be shown on the liability side of ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ് കാണിക്കും. 500 റിട്ടേൺ ആസ് ഫർദർ ബാഡ് ഡെറ്റ്. ഓക്കെ, നമ്മളവിടെ ഫർദർ ബാഡ് ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ കാണിക്കണം. ഇതിൽ ഒന്നാമത് നമ്മൾ കാണിക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് ആൻ അഡീഷൻ ടു ബാഡ് ഡെറ്റ്. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. എഗെയിൻ ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആസ് എ ഡിഡക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്. നമുക്ക് തന്നിട്ടുള്ള ഡെറ്റേഴ്സിൽ നിന്ന് ഇതിനെ നമുക്ക് ലെസ് ചെയ്യണം. എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? ഇവിടെ കാണുന്ന ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. എന്തിൽ നിന്ന് ലെസ് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ഡെറ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ,
ഇനി തന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് പ്രൊവൈഡ് 10% ഓൺ ഡെറ്റേഴ്സ് അഗെയിൻസ്റ്റ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഈ അഡ്ജസ്റ്റ്മെന്റും പല സ്റ്റുഡൻസും തെറ്റിക്കാറുണ്ട്. കാരണം പല ആളുകളും ഈ 10% ഡയറക്റ്റ് ആയിട്ട് ഡെറ്റേഴ്സിന്റെ മുകളിൽ ചാർജ് ചെയ്യാറുണ്ട് അല്ലെ. അതായത് 3000ന്റെ 10% കാണും, 300 ന്യൂ പ്രൊവിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷെ അത് തെറ്റാണ്. കാരണം when you are given with further bad debt in question, first of all you must deduct this further bad debt from the debtors. നമുക്ക് ഫർദർ ബാഡ് ഡെറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡെറ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെറ്റ് കുറച്ച് കിട്ടുന്ന എമൗണ്ടിന്റെ 10% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് 3000 മൈനസ് 500 is equal to 2500. ഇതിന്റെ 10% എന്ത്? ഇതിന്റെ 10% ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂ പ്രൊവിഷന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ന്യൂ പ്രൊവിഷന്റെ ട്രീറ്റ്മെന്റ് സെയിം ആസ് ഫർദർ ബാഡ് ഡെറ്റ്. ഫർദർ ബാഡ് ഡെറ്റിന് സെയിം ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയിട്ട് ബാഡ് ഡെപ്റ്റ് ഉണ്ട് അല്ലെ, അതിന്റെ കൂടെ നമ്മൾ ഫർദർ ബാഡ് ഡെപ്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം? നിങ്ങൾ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യണം. അപ്പൊ ട്രീറ്റ്മെന്റ് എന്താ വരുന്നത്? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് എൻ അഡീഷൻ ടു ഫർദർ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിന് കൂടെ ആഡ് ചെയ്യണം. ദെൻ ഫർദർ ബാഡ് ഡെപ്റ്റ് ഡിഡക്ട് ചെയ്തതുപോലെ ബാലൻസ് ഷീറ്റ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. ദെൻ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്, depreciate furniture. Very simple. Find the value of depreciation by just multiplying this percentage with the value of furniture. Okay, furniture value തന്നിട്ടുണ്ട് എത്രയാ? Okay, 12,700. So 12,700 into 10%. 10% is equal to 1,270 rupees അല്ലെ. 1270 രൂപയാണ് ഡിപ്രീസിയേഷൻ വരുന്നത്. വെരി സിമ്പിൾ. ഇതിന്റെ ട്രീറ്റ്മെന്റ്, ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക, അതിനുശേഷം ബാലൻസ് ഷീറ്റ് പോയിട്ട് എന്ത് ചെയ്യുക? ഫർണിച്ചറിൽ നിന്ന് ഈ 1270 രൂപ ഡിഡക്റ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാൻ കഴിഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. 8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും കഴിയും. ഓക്കെ, ഫോർ ഫർദർ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.